നിങ്ങളിൽ പലർക്കും ചുമ, ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് തുടങ്ങിയ അലർജി പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ? ഞാൻ ഡോക്ടർ വാണി, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. നിങ്ങളിൽ പലരും ചുമ, ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് തുടങ്ങിയ അലർജി പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ? മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് സാധാരണയായി ട്രീറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പ്രശ്നത്തിന് ദീർഘകാലമായി ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി എന്നാൽ എന്താണ്? അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളെ ചെറിയ ഡോസിൽ നമ്മുടെ ശരീരത്തിന് നൽകുകയും അത് ക്രമമായി അതിന്റെ ഡോസ് കൂട്ടി ശരീരത്തിന് പരിചിതമാക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ ചികിത്സാ രീതി വഴി നമ്മുടെ ആസ്മയുടെ അഥവാ അലർജിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം. ഇമ്മ്യൂണോതെറാപ്പി 2 രീതിയിലാണ് സാധാരണയായി നൽകുന്നത്. ഒന്ന് ഇഞ്ചക്ഷൻ വഴി, രണ്ടാമത്തേത് നമ്മുടെ നാക്കിന്റെ അടിയിൽ ടാബ്ലറ്റ് ആയോ തുള്ളിമരുന്നായോ ആണ് നൽകുന്നത്. ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സാ രീതി 1 മുതൽ 5 വർഷം വരെ തുടരാം. അത് ശരിയായി എടുക്കുകയാണെങ്കിൽ അലർജി രോഗത്തെ നല്ല രീതിയിൽ തന്നെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. നമ്മൾ സാധാരണയായി കൊടുക്കുന്ന മരുന്നുകളുടെ അളവും കുറയ്ക്കാം. അതുകൊണ്ട് ആവർത്തിച്ചു വരുന്ന അലർജി പ്രശ്നങ്ങൾക്ക് ഇമ്മ്യൂണോതെറാപ്പി നല്ലൊരു പരിഹാരമാണ്. ഈ വരുന്ന ഏപ്രിൽ 19 മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരിയിൽ വെച്ച് ഒരു സമ്പൂർണ്ണ ആസ്മ അലർജി ക്യാമ്പ് നടത്തുകയാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക.